ഹലോ ഗായ്സ്, ഏകദേശം ഇപ്പോൾ 1 വർഷത്തോളം ആയി ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട്. അത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുള്ള ചാനലൊന്നും ആകെ 36 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെന്നെ മറന്നുകൂടെ പോയി കാണും. ഇപ്പം അങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഐ ഗോട്ട് പ്രഗ്നൻറ്റ്, ദെൻ ഐ ഹാവ് എ ബേബി നൗ. ഐ വാസ് ഓൺ മറ്റേണിറ്റി ലീവ്. ഇപ്പോൾ എനിക്ക് 8 മാസം പ്രായമുള്ള ഒരു ബേബി ഉണ്ട്. ഹീസ് സൂപ്പർ ഹാപ്പി, വി ആർ ഹാപ്പി, സോ എനർജറ്റിക്. അങ്ങനെ നന്നായിട്ടിരിക്കുന്നു ഇൻ ദ സെൻസ്, ഇത്രയും നാളും എനിക്ക് കുറച്ച് എനർജി ലെവൽ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എന്താ പറയുന്നത്, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഓവർ റിയാക്ട് ചെയ്യുക, ഓവർ തിങ്ക് ചെയ്യുക, ഭയങ്കരമായിട്ട് ഒരു നെഗറ്റിവിറ്റി എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഫ്യൂ ഡേയ്സ് ആയിട്ട് ഇപ്പം എനിക്ക് നല്ലൊരു എനർജറ്റിക് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ സൂപ്പർ ന്യൂ മാംസിനും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പം ഒരു സഡൻ ഡ്രോപ്പ് ഓഫ് എനർജി, ചിലപ്പോൾ ഭയങ്കര ഒരു റഷ് ഓഫ് എനർജി. അപ്പോൾ അങ്ങനെ ഒരു റഷ് ഓഫ് എനർജിയിൽ ചിലപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആയിരിക്കാം ഇത്, അറിയത്തില്ല. എത്ര നാൾ പോകും, എത്ര നാൾ പോകത്തില്ല എന്നൊന്നും അറിയില്ല. ബേബി ഈസ് സ്ലീപ്പിംഗ് അപ്പ് സ്റ്റേഴ്സ്. സോ ഐ തോട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാം, അങ്ങനെ വിചാരിച്ചു. അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ആ എനർജിയുടെ പീക്ക് ലെവലിൽ നിൽക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രം സംവെയർ എനിക്ക് ആ ഒരു പെട്ടെന്നൊരു എനർജി എന്താ പറയുക, ഇത് ചെയ്തു. എന്താ പറയുക, എനിക്കിത് യൂട്യൂബ് തുടങ്ങണം, റീസ്റ്റാർട്ട് ചെയ്യണം, നന്നായിട്ടത് കൊണ്ടുപോകണം. എത്ര നാളത്തേക്കെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ലൈക്ക് ചില സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ അങ്ങനെ ചെയ്യണം, പിന്നെ എൻ്റെ വണ്ണം കുറയ്ക്കണം, അങ്ങനെയൊക്കെ. ഇപ്പം പ്രഗ്നൻസിയോടനുബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ആഫ്റ്റർ പ്രഗ്നൻസി നമുക്കൊരു വണ്ണം വെക്കുന്ന ശരീരമുണ്ട്, തടി കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാവർക്കും ഇല്ല കേട്ടോ. എൻ്റെ ഫ്യൂ ഫ്രണ്ട്സ് ആർ സൂപ്പർ ഹെൽത്തി. അവർ എന്താ പറയുന്നത്, ലുക്സ് ദ സെയിം ബിഫോർ. അവർ മുമ്പ് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട്. ചെറിയൊരു വയറ് മാത്രം, അത് എക്സസൈസ് ചെയ്ത് കുറച്ചുകൊണ്ട് വരുന്നവരുമുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ മൊത്തത്തിൽ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ വണ്ണം വെച്ചു, വയറ് നന്നായിട്ട് ചാടി. ഐ ഹാവ് എ ബേബി ബോയ്. അപ്പം അങ്ങനെ നന്നായിട്ട് വണ്ണം വെച്ചു. ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഇത് കൂടി. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മാസം മുമ്പ് വരെ ഐ വാസ് 74.3 കിലോഗ്രാംസ് അങ്ങനെ ആയി. അപ്പം ഇപ്പം ഈ റീസെൻ്റായിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പം, അതായത് 2 days ബിഫോർ ഒരു 72 കിലോഗ്രാംസ് ആയിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ട് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പം പെട്ടെന്ന് ഉണ്ടായ മാറ്റത്തിലായിരിക്കും എന്തായാലും 2 കിലോഗ്രാംസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വെയിറ്റിംഗ് കൂടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ആയിത്തോട്ട് എനിക്ക് വണ്ണം കുറയ്ക്കണം. പക്ഷേ ഈ വണ്ണം കുറയ്ക്കാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഹെൽത്തി ആകണം, എനിക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആവണം, അങ്ങനെ തോന്നാനും കൂടെ ഒരു കാരണമുണ്ട്. ബിക്കോസ് ഇവിടെ ഞാൻ UK വർക്ക് ചെയ്യുന്നത്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സം ഓഫ് യു നോ ആൻഡ് മോസ്റ്റ് ഇപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ആളുകൾക്കൊന്നും അറിയില്ല, കാരണം ഞാൻ അത്ര ആക്റ്റീവ് അല്ല. യൂട്യൂബിൽ 1-2 വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് കിഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. മറ്റേണിറ്റി ലീവിൻ്റെ സമയത്ത് തന്നെ, അതായത് 9 മാസമുള്ള മറ്റേണിറ്റി ലീവാണ്. ആ പെയ്ഡ് ആയിട്ടുള്ള മറ്റേണിറ്റി ലീവാണ്. നമ്മൾ നോർമൽ പേ കിട്ടത്തില്ല, പക്ഷെ മറ്റേണിറ്റി പേ ഉണ്ട്, കുഴപ്പമില്ല. എന്നപ്പം എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഈ 9 മാസത്തിനുള്ളിൽ നമുക്ക് കിഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. കീപ്പ് ഇൻ ടച്ച് എന്ന് പറയും. എന്താ മറന്നുപോയ കാര്യങ്ങളൊക്കെ പുതുക്കിയെടുക്കുക, പിന്നെ പുതിയ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ ഇട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത് കുറച്ച് പേർക്കെങ്കിലും അരോചകമായിട്ട് തോന്നാം, സോറി. പക്ഷേ കീപ്പ് ഓൺ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് ഗുഡ് ടു നോ. കാരണം എല്ലാ സൂപ്പർ ന്യൂ മാംസിനും അതൊരു ഉപകാരപ്പെടും. നിങ്ങളുടെ ഏത് ടൈമിലാണോ നിങ്ങൾക്കൊരു എനർജി തോന്നുന്നത്, അപ്പം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, അതേ ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കിഡ് ഷിഫ്റ്റിന് പോയി. ചില സമയത്ത് നമുക്കൊരു മെമ്മറി ഇഷ്യൂസും കൂടെ വരാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എവിടെയാണോ ഞാൻ ഇത് ചെയ്തിരുന്നു, മറന്നുപോയല്ലോ, ആൻഡ് ദെൻ കം ബാക്ക് ടു ദി ഒറിജിനൽ സ്റ്റേറ്റ്. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ചില കാര്യങ്ങൾ ഞാൻ മറന്നും പോകുന്നുണ്ട്, ലീവ് ഇറ്റ്. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞിട്ട് കീപ്പ് ഇൻ ടച്ചിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ വയറുണ്ട് സ്റ്റിൽ. അപ്പോൾ എനിക്ക് പഴയ യൂണിഫോം ഇടാൻ പറ്റത്തില്ല. കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാറ്റർഡേ സൺഡേ ഉച്ച വരെ ചെയ്യുന്നത്. ബിക്കോസ് ഹസ്ബൻഡ് വീട്ടിലുണ്ട്, അപ്പം ഹീ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ ബേബി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവന്നിട്ടില്ല. പ്രഗ്നൻസി ടൈമിലും ഉണ്ടായിരുന്നില്ല, ഡെലിവറി ടൈമിലും ഇല്ല, ഇപ്പോഴും ഇല്ല. ദെൻ ഐ ക്യാൻ മേക്ക് എ വീഡിയോ ഓഫ് ദാറ്റ് ആസ് വെൽ. സോ ഐ ആം സൂപ്പർ എനർജറ്റിക്. അപ്പം എന്നിട്ട്
ഇപ്പം ഈ ഷിഫ്റ്റിന് പോയ സമയത്തേക്കും എനിക്ക് ചെറിയ വയറുണ്ട്, ചെയ്യാൻ എനിക്ക് വണ്ണമുണ്ട്. അപ്പോഴത്തേക്കും ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഓ ലോങ് ടൈം നോ സീ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മറ്റേണ്ടി ലീവിലായിരുന്നു. ഡിഡ് യു ഈവൻ ഡെലിവർ എന്ന് ചോദിച്ചു. അതായത് നിങ്ങൾ ഡെലിവറി കഴിഞ്ഞോന്ന്. ഐ വാസ് ലൈക്ക് ഞാൻ ചിരിച്ചിട്ട് ഞാനതങ്ങ് വിട്ടു. ബിക്കോസ് ആം എ പേഴ്സൺ, ഐ മീൻ ഈസി ഗോയിങ് പേഴ്സൺ. ഞാൻ പെട്ടെന്ന് എനിക്കൊരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഐ വിൽ നെവർ വറി അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് അത് ഇങ്ങനെയാണല്ലോ ഞാൻ ഈസിലി ഫൊർഗെറ്റ് ചെയ്യുന്ന ആളാണ്. എന്താ പറയുന്നത്, അതങ്ങ് വിട്ട് കളഞ്ഞേക്കും. ചില സമയത്ത് കുറേ കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയോ അങ്ങനെ പറഞ്ഞതിനകത്ത് എന്തൊരു കാര്യമുണ്ട്. ബട്ട് ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് മീ. ആ ആളോടുള്ള ഒരു വ്യക്തി വൈരാഗ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനും എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഞാനത് പിന്നെയും ഞാൻ അവരോട് ചിരിച്ചിടപെടും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് ഒരിക്കലും അനോയ് ചെയ്യേണ്ട കാര്യമല്ല. അവർ തമാശ രൂപേണ അത് പറഞ്ഞതാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ് കസേരയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾ ടേൺ ചെയ്തപ്പോഴത്തേക്ക് ഞാനുണ്ടായിരുന്നു അവിടെ. അപ്പോഴത്തേക്കും എന്നെ ഒരടിയിടി ഇടിച്ചപ്പോഴത്തേക്ക് വയറിനിട്ട് അടിച്ചു. അപ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് എഴുന്നിട്ട് സോറി. ദെൻ ഷീ ടച്ച്ഡ് മൈ ടമ്മി ആൻഡ് ദെൻ സോറി. ഇല്ല, അതിപ്പോൾ ഇല്ല, ബേബി ഇപ്പോൾ വന്നു അങ്ങനെ പറഞ്ഞു. അപ്പം അവള് ദെൻ ഷീ ലാഫ്ഡ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ദെൻ ഞാൻ ചിരിച്ചു. അത് കഴിഞ്ഞു. ഇതിൽ എനിക്കത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എനിക്ക് കുറച്ച് വണ്ണം കുറയ്ക്കണം. ദെൻ മൈ ഹസ്ബൻഡ് ഓൾവേസ് ടെൽസ് മീ കുറച്ച് വണ്ണം കുറയ്ക്കാം, കുറച്ച് എക്സസൈസ് ചെയ്യണം. പക്ഷേ ഈ ഡയസ്റ്റാസിസ് റെക്ടൈ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയി ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വയറും തൂങ്ങിക്കിടക്കും. എല്ലാവർക്കും ഇല്ല കേട്ടോ അത്. സം ലക്കി പീപ്പിൾ ആർ ഔട്ട് ദെയർ. അപ്പം അത് കുറയ്ക്കാനുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം. പക്ഷെ ഞാൻ എന്നെപ്പോലെ മടിച്ച് എക്സസൈസ് ചെയ്യാൻ മടിച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ മടിച്ച് ലോകത്തില്ല. ചോറ് എപ്പോഴും കഴിക്കും, എപ്പോഴും. അതൊരു എന്താ പറയുന്നത്, അതെനിക്കൊരു ഒബ്സഷനാണ്. ചോറിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അതങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചോറ്, രാത്രി ചോറ് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുന്ന ഒരാളാണ്. ഐ ലവ് ചോറ്. എന്താ പറയുന്നത്, പിന്നെ മധുരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പം പ്രഗ്നൻസിയോടനുബന്ധിച്ചിട്ടൊക്കെ കിട്ടിയതല്ല. അതിന് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ എത്ര കഴിച്ചാലും വണ്ണം വെക്കില്ലാത്തൊരു പ്രകൃതമായിരുന്നു. ഐ എം നോട്ട് സേയിങ് അബൌട്ട് ദ റീസെൻറ്റ് 5 years. അതിന് മുൻപ് എനിക്ക് 30 years ആയി. 31 ആക്ച്വലി. വയസ്സ് പറയാൻ പാടില്ലെന്നാണ്, പക്ഷെ എന്നാലും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഒരു ഡിസൈഡ് ചെയ്തു, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അങ്ങനെ ഞാൻ ഇപ്പം ഡെസിഷൻ എടുത്തിരിക്കുകയാണ്. വി ക്യാൻ മൂവ് ടുഗെദർ, വി ക്യാൻ വർക്ക് ടുഗെദർ. ഞാൻ എക്സസൈസ് ഒന്നും എനിക്കിത് ചെയ്യാൻ അറിയില്ല. ഞാൻ പക്ഷേ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പേയ്മെൻ്റ് ഒക്കെ അടച്ചിട്ടുണ്ട്. അതിനകത്ത് എക്സസൈസ് ടീച്ച് ചെയ്യുന്നൊന്നുമില്ല. അതിനകത്ത് ഓൾറെഡി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യണം. 7-8 minutes അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ബിക്കോസ് ഐ ആം സ്റ്റിൽ ഓൺ മറ്റർണിറ്റി ലീവ്. 1.5 മാസം കൂടി ഉണ്ട്. അപ്പം ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളം കുടിക്കുന്ന പരിപാടി എനിക്കില്ല. വെള്ളം കുടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വരെ നമ്മൾ അറ്റ്ലീസ്റ്റ് 2-3 liters വെള്ളം കുടിക്കണമല്ലോ. പറ്റില്ല. ഒരു 500 ml അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, കുറേ ട്രൈ ചെയ്തു. ആ സമയത്ത് മേടിച്ച കുപ്പിയാണ് ഗൈസ് ഇത്. ബ്യൂട്ടിഫുൾ, വെരി യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് ടൈമൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഐ തോട്ട് ഓഫ് എന്താ പറയുന്നത്, തിരിച്ചെടുക്കുന്നു. ഈ കുപ്പി ഞാൻ തിരിച്ച് എൻ്റെ അടുത്തോട്ട് എപ്പോഴും അങ്ങ് വെക്കാൻ തീരുമാനിച്ചു. ഇത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും, എവിടെയായിരുന്നാലും എൻ്റെ കയ്യിലുണ്ടാവും. സോ ഐ ക്യാൻ കീപ് ട്രാപ്പ്. ഇത് 2 liters വെള്ളം കൊള്ളും. അപ്പം ഞാൻ ഇനി തൊട്ട് ഡെയിലി 2 liter വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സൂപ്പർ എനർജിയുടെ പുറത്ത് ഞാനിപ്പോൾ പറയുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ തീരുമാനിച്ച വേറൊരു കാര്യമാണ്, എന്തായിരുന്നു, ചോറ് കുറയ്ക്കുക. ചോറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചോറാണ്. പക്ഷെ ഞാൻ 2-3 ദിവസമായിട്ട് ചോറ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ചോറ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് നമുക്ക് ഒത്തിരി അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറയുക, നമ്മൾ ചോറ് കഴിച്ച് ശീലിച്ചവർക്ക് അതറിയാം. അയ്യോ വിശന്നോ, ഒരുമാതിരി ആർത്തി പോലെയാണ്. എന്താ പറയുക,
ചോറ് കഴിക്കുന്നു, വിശപ്പ് തീരാത്തൊരവസ്ഥ. ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതൊരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട് അങ്ങനത്തെ. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ സ്നാക്ക് തിന്നുക, ഇതൊക്കെ ഒരു അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണം. സ്നാക്ക് കംപ്ലീറ്റ്ലി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതായത് മിക്സർ, കാവറത്തത്, അത് ഇത് എന്നൊക്കെയില്ലേ, വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. വാങ്ങിച്ചിട്ടില്ല, 2-3 ദിവസമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. സോ ഐ ഹോപ്പ് ഐ കെൻ ഡു ദാറ്റ്. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നപ്പോൾ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ചായ കുടിക്കുന്നത് ഒരു നേരം. ഞാൻ ചായയുടെ ആളാണ്. ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ പ്രഗ്നൻസി ടൈമിൽ വരെ നമ്മൾ ചായ കൺട്രോൾ ചെയ്യണമെന്ന് പറയും. ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തിട്ടുണ്ട് 2 times അല്ലെങ്കിൽ ഒരു നേരമാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദ ബേബി ആസ് വെൽ. ചായ കുടിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇത് എന്താ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ചായ ഒരു നേരമാക്കി കുറയ്ക്കാൻ ഡിസൈഡ് ചെയ്തു. അതുപോലെ ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കാനും തീരുമാനിച്ചു. ഷുഗർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. ഐ എം ഗോയിങ് ടു റിഡ്യൂസ് ദാറ്റ്. ഇനി നമുക്ക് എന്താ പറയുന്നത്, കാതിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞതുപോലെ ലെറ്റ്സ് സീ ഹൗ മൈ ഫേസ് ചേഞ്ചസ്, ഹൗ മൈ ബോഡി ചേഞ്ചസ്. ഐ ഡോണ്ട് നോ. നമുക്ക് ഒരു വെയിറ്റ് ട്രാക്കിംഗ് ഒക്കെ ചെയ്യാം. അപ്പം ഇത് എത്ര നാൾ കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ദെൻ മോർ ഓവർ ഐ ഹാവ് ഡിസൈഡഡ് ടു ബി എനർജറ്റിക്. എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും ഞാൻ തീരുമാനിച്ചു. എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറേ ഒരു മാറ്റം വരുമെന്ന് വിചാരിക്കുന്നു. ദെൻ വൺ മോർ തിങ് ഐ ഹാവ് ഡിസൈഡഡ് വിത്ത് ദിസ് സൂപ്പർ കൈൻഡ് ഓഫ് എനർജി, സ്കിൻ കെയർ. ഐ ഹാവ് നെവർ ഡൺ സ്കിൻ കെയർ ഇൻ മൈ ലൈഫ്. ഞാൻ ഫേസ് വാഷ് വാങ്ങിച്ചിട്ട്, ഞാൻ ആ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ UK വന്നതിന് ശേഷമാണ്. ഐ ആം ഫ്രം കണ്ണൂർ ഡിസ്ട്രിക്ട്. എനിക്ക് അങ്ങാടിക്കടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ളതാണ്. അപ്പം അവിടെ എൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാർ ആ സമയത്തൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആരും അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. എന്താ പറയുക, ഞങ്ങൾ സോപ്പൊക്കെ ഇട്ട് മുഖം കഴുകി പോകും. സൺസ്ക്രീൻ എന്നൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ലായിരുന്നു. അത് പറയുന്നതിന് എനിക്കൊരു നാണക്കേടുമില്ല. ദെൻ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടു ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെന്ന് വരെ അറിയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് ഏർലി. അപ്പം സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു സാധനം, എൻ്റെ സ്കിൻ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഐ പുട്ട് സം ലിപ്സ്റ്റിക്. സി, ലിപ്സ്റ്റിക് ഇടാൻ പോലും അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. സി മൈ സ്കിൻ, ഇറ്റ്സ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. അപ്പം സ്കിൻ കെയർ എന്ന് പറയുന്നൊരു സംഭവം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് മടി വരും ഇങ്ങനെ വാഷ് ചെയ്യുക. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്, ടോൺ ഇടുക, മറ്റേ മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, അതൊക്കെ ഒന്നുകൂടെ കാണണം. ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. അപ്പം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമുക്കുണ്ടോ എന്ന് നോക്കാം. ആൻഡ് ദെൻ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഐ ക്യാൻ see my energy level, I can keep track on everything. Then ഒരു ചേഞ്ച് ഓഫ് എൻവയോൺമെൻറ്റ്. എപ്പോഴും ബേബീനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക, ജോലി മാത്രമല്ലാതെ എനിക്ക് എൻ്റെതായ ഒരു ടൈം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ടും കൂടെ ചെയ്യുന്നത്. സോ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വാട്ട് എവർ യു കെൻ ഡു, യു ഡു ദാറ്റ്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. I'm super excited for this. Yeah, I hope I can do this. കുറച്ച് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. എത്ര നാൾ ഈ എനർജി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ബീങ് വെരി പോസിറ്റീവ്. ഞാൻ പോസിറ്റീവായിട്ടിരിക്കുകയാണ്. ലെറ്റ് ദിസ് എനർജി ഫ്ലോസ് ഫ്രം മീ. ലെറ്റ് പോസിറ്റീവ് വൈബ്സ് കം ടു മീ. ദെൻ let me shine and let all the super new moms shine. Love you guys. Take care.